അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതരം വിഭാഗത്തിലുള്ള ആളുകളെയും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാം പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്ത് ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും നന്ദികെട്ട ജീവി മനുഷ്യനാണ്. മനുഷ്യന് സത്യത്തിൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് നന്ദി കുറവാണ്. അനുഗ്രഹദാതാക്കളോട്, അനുഗ്രഹം നൽകുന്നവരോട്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരോട് നന്ദി കാണിക്കുന്ന സ്വഭാവം പൊതുവെ മനുഷ്യന് കുറവാണ്. അത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സൂറയാണ് സൂറത്തുൽ ആദിയാത്ത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഊതി കേൾപ്പിച്ചത്. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കിടക്കാം. വൽ ആദിയാത്തി ലബ്ഹൻ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. അള്ളാഹ് സത്യം ചെയ്യാണ്. കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. നമ്മളും കിതച്ചോടുകയാണല്ലോ അല്ലേ? ദുനിയാവിൽ കിതച്ചോടുകയല്ലേ? കിതച്ചോടിക്കൊണ്ടിരിക്കുന്നവ തന്നെയാണ് സത്യം. വൽ ആദിയാത്തി ലബ്ഹൻ ഫൽ മൂരിയാത്തി ഖദ്ഹൻ. ഖദ്ഹ് എന്ന് പറഞ്ഞാൽ കുളമ്പടിക്കുകയാണ്. കുതിരയുടെ കുളമ്പ് അടിച്ച് തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ടാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തന്നെയാണ് സത്യം. ഫൽ മുഗീറാത്തി സുബ്ഹൻ, പ്രഭാതവേളയിൽ ആക്രമിക്കുന്നവ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖ്അൻ, പൊടിപടലങ്ങൾ ഇളക്കിവിടുന്ന അവ തന്നെയാണ് സത്യം.
ഫവസത്ന ബിഹി ജംഅൻ, ശത്രു സമൂഹത്തിലേക്ക് ചാടി വീഴുന്നവ തന്നെയാണ് സത്യം. ഇത്രയും സത്യങ്ങൾ ചെയ്തുകൊണ്ട് 5 സത്യം അള്ളാഹു ചെയ്തു. ആ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂത്, മനുഷ്യൻ തൻ്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്താലും മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അത് നമ്മളെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചത് ഒരു കുതിരയെയാണ്. ആ കുതിര എന്താ ചെയ്തത്? വൽ ആദിയാത്തി ലബ്ഹൻ, അത് കിടച്ചോടുകയാണ്. അതിശക്തമായ വേഗത അറിയിക്കാനാണ്, കുതിരയുടെ വേഗത അറിയിക്കാനാണ് കിതച്ചുകൊണ്ട് ഓടുക എന്ന് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ഫൽ മൂരിയാത്തി കദ്ഹൻ, അത് കല്ലിൽ അതിൻ്റെ കുളമ്പടിക്കുമ്പോൾ തീപ്പൊരി പാറുന്നുണ്ട്, അപ്പോഴും അതിൻ്റെ വേഗതയാണ് അറിയിക്കുന്നത് ആ കുതിരയുടെ. ഫഅസർ നബിഹി നഖ്അൻ, അത് പൊടിപടലങ്ങൾ ഇളക്കി വിടുന്നുണ്ട്. പൊടിപടലങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് കല്ലിൽ കുളമ്പടിക്കുമ്പോൾ തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട് കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. പിന്നെയോ ഫഅസർ നബിഹി നഖ്അൻ ഫവസത്ത് നബിഹി ജംഅൻ, ശത്രു സമൂഹത്തിലേക്ക് ചാടി വീഴുന്നവ തന്നെയാണ് സത്യം. ഫൽ മുഗീറാത്തി സുബൈൻ അതിലടുക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, പ്രഭാതവേളയിൽ കടന്നാക്രമിക്കുന്നവന് തന്നെയാണ് സത്യം. ഇങ്ങനെ 5 സത്യങ്ങളാണ് അള്ളാഹു ചെയ്തത്. ഈ 5 സത്യങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞതോ മനുഷ്യൻ തൻ്റെ നാഥനോട് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂത്, കിതച്ചോടുന്ന കുതിര. ഒരു കിതച്ചോടുന്ന കുതിരകളാണ് നമ്മളൊക്കെ. അതിന് ഈ നന്ദി കെട്ടണമെന്ന് പറയാൻ അള്ളാഹു കാരണം പറഞ്ഞതോ വഇന്നഹു ലി ഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന് ധനത്തോടുള്ള പ്രേമം അതിശക്തമാണ്. അതിൻ്റെ കാരണം, നന്ദി കേണ്ട കാരണം അതാണ്. സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം. നമുക്ക് ഇതെന്താന്ന് നോക്കാം. ഈ കിതച്ചോടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ഇതൊരു കുതിരയാണ്. ആ കുതിര കിതച്ചോടുകയാണ്. അത് കല്ലിൽ കുളമ്പടിച്ചുകൊണ്ട് തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ടാണ് ഓടുന്നത്. പിന്നെയോ ഫൽ മുഗീറാത്തി സുബ്ഹൻ, ശത്രുക്കൾ എഴുന്നേൽക്കും മുമ്പ് പ്രഭാതവേളയിൽ ആക്രമിക്കുകയാണ്. ഫഅസർ നബിഹി നഖ്അൻ, പൊടിപടലങ്ങൾ ഇളക്കി വിടുന്നുണ്ട്. എന്നിട്ട് ഫവസത്ത് നബിഹി ജംഅൻ, ശത്രു സമൂഹത്തിന് മുമ്പിലേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കുതിര ചാടി വീഴുകയാണ്. ആ കുതിരയെ വളർത്തുന്ന യജമാനൻ ആ കുതിരക്ക് കൊടുത്തതോ ഏതാനും വൈക്കോലുകളും അല്പം മുതിരയും അല്പം ഭക്ഷണ സാധനങ്ങൾ. അത് കൊടുത്തതിന് ആ നന്ദി, ആ കുതിര കാണിച്ച നന്ദി, തൻ്റെ യജമാനെയും പുറത്ത് കയറ്റിക്കൊണ്ട് ശത്രുക്കളുടെ മുമ്പിലേക്ക് ചാടി വീഴുകയാണ്. ഇരുതല മൂർച്ചയുള്ള വാളിൻ്റെ നേരെയാണ് അത് ചാടുന്നത് ആ കുതിര. നമ്മളൊക്കെ പറയാറുണ്ട് കുതിര പോലെ വലുതായ പോരാന്ന്. കുതിര നന്ദിയിട്ട ജീവിയാ, മനുഷ്യനാണ് നന്ദിയിട്ടവൻ. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ നന്ദിയിട്ടവനാണ്. അത് അള്ളാഹു അറിയിക്കുന്നത് വിവിധ ശൈലിയിലാണ്. അതിലൊരു ശൈലിയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒരു മൃഗത്തെ നമ്മളുടെ മുമ്പിൽ വരച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യൻ നന്ദിയിട്ടവനാണ്. നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും ആ നന്ദികേട് ഇല്ലേ? ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സുഹൃത്തുക്കളിൽ നിന്നാവാം, ഭാര്യയിൽ നിന്നാവാം, ഭർത്താവിൽ നിന്നാവാം, മക്കളിൽ നിന്നാവാം. നന്ദികേടിൻ്റെ ഘോഷയാത്ര അനുഭവിക്കുന്നവരാണ് നമ്മൾ അല്ലേ? ഇനിയോ നമ്മളെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ? ഈ മനുഷ്യൻ കിതച്ചോടുകയാണല്ലോ, ഈ കുതിരയെപ്പോലെ തന്നെ അല്ലേ? പല പൊടിപടലങ്ങളും ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓടി തളരുകയാണ്. അവസാനം മയ്യത്തിട്ടിൽ തളർന്നു വീഴും. അതുവരെ ഓടും. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം അല്ലേ? അള്ളാഹു പറഞ്ഞു വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, ദുനിയാവിൽ വെച്ച് സമ്പത്തിൻ്റെ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടി, സ്വർണവും വെള്ളിയുമൊക്കെ. അതാണ് ജീവിതത്തിൽ ലക്ഷ്യമെന്ന് അവൻ ധരിച്ചു. ഒരുപാട് സ്വർണവും വെള്ളിയും കാറും ബംഗ്ലാവും ഒക്കെ നേടിയാൽ തൻ്റെ ജീവിതത്തിന് ലക്ഷ്യം അത് സഫലമാകും എന്ന് അവൻ വിചാരിച്ചു. അള്ളാഹു പറയാണ് അത്തരം ആളുകൾ ദുനിയാവ് സമ്പാദിച്ചു, ഒരുപാട് ധനമുണ്ടാക്കി, പക്ഷേ ലാ യുൻഫിഖൂനഹ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിച്ചില്ല. ദുനിയാവിന്ന് ഒരുപാട് ഉണ്ടാക്കി, പക്ഷേ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല. നന്ദി കെട്ട മനുഷ്യൻ അവൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി
രാപ്പകലില്ലാണ്ട് കട്ടപ്പെട്ടു, നേരത്തെ പറഞ്ഞതുപോലെ കിതച്ചോടി, അല്ലേ? എന്നിട്ട് അല്ലാഹ് പറയാ, അത്തരം ആളുകൾ മയ്യത്ത് കട്ടിലേക്ക് കിടന്ന് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് എത്തുമ്പോൾ അല്ലാഹ് പറയാണ്, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവസാനം അവന് ലഭിക്കാനുള്ളത് മാരകമായ വേദനാജനകമായ ശിക്ഷയാണ്. ഒരുക്കി വെച്ചിട്ടുണ്ടല്ല, അവിടെ ചെന്നാൽ മതി. അപ്പോൾ ദുനിയാവിൻ്റെ ലക്ഷ്യം എന്തല്ല? സ്വർണവും വെള്ളിയും വാരിക്കോട്ടിലല്ല. പിന്നെന്താ വേണ്ടത്? സഹാബത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് നമുക്ക് സമ്പത്തിനോട് താല്പര്യമുണ്ടാവും, നമ്മളത് സമ്പാദിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എന്താ നമ്മളിതല്ലാണ്ട് സമ്പാദിക്കേണ്ടത് ദുനിയാവിൽ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക്? റസൂലുള്ള പറഞ്ഞു, കൽബുൻ ഷാക്കിറ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്, അത് സമ്പാദിച്ചേ പറ്റും. ദുനിയാവിൽ ജീവിക്കുന്ന ആൾ മരിക്കുന്നതിനിടയ്ക്ക് സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ മുതലതാണ് അള്ളാഹിനോട് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം. പിന്നെ ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് വേണം. സൗജത്തൻ സാലിഹ, സൽക്കർമ്മിണിയായ ഒരു ജീവിത പങ്കാളി, അതാണാവാം പെണ്ണാവാം, ആണിന് പെണ്ണും പെണ്ണാണും. പങ്കാളി എങ്ങനെയുള്ളവളായിരിക്കണം? സാലിഹത്തായിരിക്കണം, സാലിയായിരിക്കണം. ഇത് രണ്ടും മൂന്നാമത്തതാണ്. നാലാമത്തെ റസൂലുള്ള പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്താൽ കൽബുൻ ഷാക്കിർ, അതോടൊപ്പം ലിസാനുൻ ദാക്കിർ, സൗജത്തുൻ സാലിയ. ഇതെന്താണ്? ഖൈറു മക്തസബന്നാസ്, മനുഷ്യൻ സമ്പാദിക്കുന്ന സമ്പത്തിൽ ഏറ്റവും ഉത്തമ. ഇത് മൂന്നും കിട്ടിയാൽ ജീവിതം സഫലായി. ഇത് മൂന്നും കിട്ടിയില്ലെങ്കിൽ ജീവിതം സഫലല്ല. കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാവാം, പക്ഷേ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഹൃദയം, നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നവരോടുള്ള നന്ദി കാണിക്കുന്ന ഒരു മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ, ഓൻ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടൊരു കാര്യമില്ല, നട്ട. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? സമ്പാദിക്കുന്നതിൽ ഏറ്റവും വലിയ മുന്തിയ സമ്പാദ്യം ഖൈറു മക്തസബന്നാസ്, മനുഷ്യൻ സമ്പാദിക്കുന്ന സമ്പാദങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമ്പാദ്യം കൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഒരു മനസ്സ്, ലിസാനുൻ ദാക്കിർ, അള്ളാഹിനെ സ്മരിക്കുന്ന ഒരു നാവ്, സൗജത്തുൻ സാലിയ, സാഹലിയത്തായൊരു പെണ്ണ്. അല്ലാണ്ട് സെക്സ് നടത്താൻ ഒരു പെണ്ണല്ല, സെക്സ് നടത്താൻ ഒരാണുമല്ല, അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. അത് ഏത് മൃഗങ്ങൾക്കും ഉണ്ട് ഒരാണും പെണ്ണും, അത് അങ്ങനെ സൃഷ്ടിച്ചല്ല. എല്ലാ ജീവികളെയും ഇണയും തുണയുമായി സൃഷ്ടിച്ചാണ്. വേണ്ട എന്താ? ഒന്ന് സാലിഹത്തായിരിക്കണം, ഒന്ന് സാലിഹായിരിക്കണം, രണ്ടും അങ്ങനെ ആയിരിക്കണം, എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്താലോ? റസൂലുള്ള പറയാൻ, തുഈനു അല അംദി ദുനിയാക്ക, സാലിഹത്തായ ഒരു പെണ്ണാണ് എൻ്റെ ജീവിത പങ്കാളിയെങ്കിൽ തുഈനുക അല അംദി ദുനിയാക്ക, നിന്റെ ദുനിയാവിൻ്റെ ക്ലേശങ്ങളിൽ നിന്നെ സഹായിക്കാൻ അവൾ ഉണ്ടാവും. സാലിഹത്തായ പെണ്ണാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, നമ്മളൊക്കെ പെണ്ണ് കിട്ടുമ്പോൾ നോക്കൽ സാലിഹത്തായ പെണ്ണല്ല, ഓളെ ബാപ്പക്കത്ത് മുതലുണ്ട്, ഓൾ എത്രമാത്രം വെളുത്തവളാണ്, ഓൾക്ക് ഉണ്ട കണ്ണുണ്ടോ, കവിൾത്തടം തുടുത്തതാണോ, പിന്നെ ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിക്കും, അല്ലേ? ഇതൊക്കെ നോക്കല്. അല്ലാണ്ട് ആ പെണ്ണും ആ കുടുംബവും സാലിഹത്താണോ, അള്ളാഹുവായിട്ട് വല്ല ബന്ധമുള്ളവരാണോ, അത് നോക്കാറില്ല. നമുക്ക് വേണ്ട എന്താ? മുക്കാലുണ്ടായാൽ മതി. റസൂലുള്ള പറയാൻ, തുഈനു അല അംദി ദുനിയാക്ക, ദുനിയാവിൻ്റെ കാര്യത്തിൽ നിന്നെ സങ്കടപ്പെടുത്തൂലോള്. സാലിഹത്തായ പെണ്ണാണെങ്കിലേ അത് കിട്ടാണ്ടേ ഒരുപാട് സൗന്ദര്യവും ശാരീരിക യോഗ്യതയുമുള്ള പെണ്ണുങ്ങളെ കിട്ടിയ 90% ആളുകൾ ഇന്ന് കരയാണ്, വിലപിക്കുകയാണ്. അതെന്തുകൊണ്ടാ? ലോകത്ത് ഈ സാധനം കിട്ടാനില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, തുഈനു അല അംദി ദുനിയാക്ക വ ദീനിക്ക വ ആഖിറത്തിക്ക, നിന്റെ ആഖിറത്തിൻ്റെ കാര്യത്തിൽ നിന്നെ അവൾ സഹായിക്കും, നിന്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കും. നീ പ്രയാസപ്പെടുമ്പോൾ അവൾ കണ്ണീരൊപ്പാൻ കൂടെ ഉണ്ടാവും. കണ്ണീര് വർദ്ധിപ്പിക്കൂല, സങ്കടം വർദ്ധിപ്പിക്കൂല, ദുഃഖം വർദ്ധിപ്പിക്കൂല. അത് അവൾക്കും അങ്ങനെ തന്നെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സാന്ത്വനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കും. അതിലും വലിയൊരു സമാധാനം വേറെ കിട്ടാനുണ്ടോ? കാറും വീടും ബംഗ്ലാവും ഉണ്ടായാൽ അത് നേടാൻ കഴിയുമോ? ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്, റസൂല പറഞ്ഞ കാര്യം എന്താ? ഒന്ന്, കൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഹൃദയം അള്ളാഹ്ക്ക്, അല്ലേ? അതുപോലെ പരസ്പരം നന്ദിയുള്ള ഹൃദയം, ഭർത്താവിനോട് നന്ദി കാണിക്കുന്ന ഭാര്യ, ഭാര്യയോട് നന്ദി കാണിക്കുന്ന ഭർത്താവ്, ഇതൊക്കെ പരസ്പരം നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. അത് വിട്ടുകളഞ്ഞാലോ അള്ളാഹ് പറയാ, ഒമൻ ആറല്ലാൻ ദിക്രി, ആ ദിക്ർ അള്ളാഹുവിനെ തൊട്ട് ഓർക്കുന്ന ഒരു നാവ് സമ്പാദിക്കാത്ത മനുഷ്യൻ അവൻ മരിച്ചാൽ ഫൈനലഹു മൈഷത്തൻ ലഗ, മരിക്കുന്നതിന് മുമ്പ് തന്നെ
ദിക്റില്ലാത്ത മനുഷ്യൻക്ക് അള്ളാഹു മാനസികമായ ഇടുക്കമുള്ള ജീവിതം നൽകും. വലിയ പ്രയാസം അള്ളാഹു ഉണ്ടാക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ പിന്നാലെ ഇടുക്കമുള്ള ജീവിതം. എന്താ കാരണം? അള്ളാഹുവിനെ സ്മരിക്കുന്ന ജീവിതമല്ല, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ടാണ് ലിസാനൻ ദാക്കിറൻ, ആ ദാക്കിറായിരിക്കണം. അതുകൊണ്ടാണ് ഒമൻ ആറല്ലാൻ ദിക്രി ഫൈന ലഹു മഈശത്തൻ ലങ്ക, ദുനിയാവ് തന്നെ അങ്ങേയറ്റത്തെ സങ്കടവും പ്രയാസവും ദുരിതങ്ങളും വേവലാതികളും കഷ്ടപ്പാടുകളും ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കും അള്ളാഹുവിനും മറന്നുപോയവൻ. എന്നിട്ട് അല്ലാഹ് പറയാം, ഓ നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, പരലോകത്ത് അള്ളാഹു ഈ മനുഷ്യനെ കണ്ണുപൊട്ടനായിട്ട് ഒരുമിച്ച് കൂട്ടും. കോടാനുകോടി മനുഷ്യന്മാർ, ബില്യൺ കണക്കിന് മനുഷ്യന്മാർ ഒത്തുകൂടിയ പരലോകത്ത് തള്ളവിരലിൽ മാത്രം പതിക്കാൻ സ്ഥലമുള്ള സ്ഥലത്ത് ഈ ദിക്റില്ലാത്ത മനുഷ്യനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത് കണ്ണുപൊട്ടനായിട്ടാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മാനസികാവസ്ഥ. അപ്പം നമ്മൾ ചോദിക്കും, പടച്ചവനെ ലിമ ഹഷർത്തനി ആഴ്മ, പടച്ചവനെ ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അല്ലാഹുവേ നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത്? ലിമ ഹഷർത്തനി ആഴ്മ വഖദ് കുൻതു ബസീറ, ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ. അള്ളാന്റെ മറുപടി, കാല കദാലിക്, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് കണ്ണ് മാത്രമല്ല ഒരകക്കണ്ണും തന്നിരുന്നു. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തിയും എല്ലാം നിനക്ക് നൽകിയിരുന്നു. അത്തത്ക്ക് ആയാത്തുന, അതിന് പുറമെ നിനക്ക് ബുദ്ധിയും ശക്തിയും അത് മാത്രമല്ല എല്ലാം തന്നു. അത്തത്ക്ക് ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും തന്നു, നമ്മുടെ തെളിവുകൾ, നീ എങ്ങനെ ജീവിക്കണം, നീ എങ്ങനെയായിരിക്കണം, നന്ദി കാണിക്കട്ടെ, എങ്ങനെ ജീവിക്കണം, നീ എന്താണ് സമ്പാദിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരാൻ ആയത്തുകളും വന്നു. അത്തത്ക്ക് ആയാത്തുന ഫനസീതഹ, നീ അതിനെല്ലാം മറന്നു, നീ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഫനസീതഹ, അള്ളാഹുവിൻ്റെ ദീനൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ മരിക്കുമ്പോഴാണ് ആളുകൾക്ക് ഒരു ദീനിൻ്റെ ആവശ്യം ഉണ്ടായത്. മയ്യത്തിട്ട് വേണം, കഫത്തുണി വേണം, മയ്യത്തിന് സെന്റ് വെക്കണം, എന്ത് കാര്യം? അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തജ്ഹീസുൽ മയ്യത്ത് പരിപാലനത്തിൻ്റെ രൂപമാണത്. അതിൽ കവിഞ്ഞാലും കൂലിയൊന്നുമില്ല കേട്ടോ. എന്താ തുണിയൊക്കെ വാങ്ങാൻ പോണോലും അത് കട്ട് ചെയ്യുന്നോലും അത് കഫൻ ചെയ്യുന്നോലും എന്തൊരു അറിവാണ്, എന്തൊരു അമല ചെയ്യുന്നവരകൾ മയ്യത്തിന് വേണ്ടി. പക്ഷേ എങ്ങോട്ടത് അയക്കുന്നത്? കണ്ണുപൊട്ടനാകാൻ പരലോകത്ത് അങ്ങോട്ടൊക്കെ അയക്കുന്നത് കെട്ടിപ്പോയിഞ്ഞ് കേട്ടോ. വേദനയോടുകൂടി ഓർക്കുക, നമ്മൾ ലിസാനൻ ദാക്കിറാവണം, കൽബൻ ഷാക്കിറാവണം, നന്ദിയുള്ള ഹൃദയം, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്, ഇത് രണ്ടും ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചോളി. മൂന്നാമതായി സമ്പാദിക്കേണ്ടത് സൗജത്തൻ സാലിഹ, സൽക്കർമ്മിണിയായ ഭാര്യ. മൂന്നാമത്തത് സന്തോഷമായി, ഇനി ദുനിയാവിൽ ഒന്നും വേണ്ട, ആഖിറത്തിലും വേണ്ട, എല്ലാം കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഏറ്റവും നല്ല അനുഗ്രഹീതമായ അവസ്ഥ വരും. അല്ലാണ്ട് മരിച്ചാലോ അന്ധനായി പരലോകത്ത് വരും. എന്നിട്ടോ നമ്മൾ ചോദിക്കൂ, എന്തുകൊണ്ടാണ് പടച്ചോനെ എന്നെ നീ അന്ധനാക്കിയത്? കണ്ണ് കാണുന്നതിനായിരുന്നല്ലോ ഞാൻ മരിക്കും വരെ. എല്ലാ കണ്ണ് മാത്രമല്ല, അകക്കണ്ണുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്തു, എൻ്റെ അകക്കണ്ണുകൊണ്ട് ഞാൻ പലരെയും വഞ്ചിച്ചു. അങ്ങനെ സമ്പാദ്യങ്ങൾ ഒരുപാട് കൂട്ടിയുണ്ടാക്കി, വില കൂടിയ വാഹനങ്ങൾ വാങ്ങി, ഉന്നതമായ കൊട്ടാരങ്ങൾ പടുത്തുയർത്തി. അതെല്ലാം കഴിഞ്ഞു, അവിടുന്ന് പോന്നു. ഇവിടെ വന്നപ്പോൾ കണ്ണ് കാണില്ല. ലിമ ഹഷർത്തനി അഅ്മ, എന്തിനാ പടച്ചോനെ കണ്ണോട്ടനാക്കിയത്? എനിക്ക് കണ്ണുണ്ടല്ലോ. അള്ളാന്റെ മറുപടി എന്താ? അത്തത്ക്ക് ആയാത്തുന, കണ്ണ് നിനക്കുണ്ടായിരുന്നു, നാം നിനക്ക് എങ്ങനെ നീ ജീവിക്കുന്നുള്ള തെളിവ് നൽകിയിരുന്നു. എന്നിട്ടോ ഫനസീതഹ, നീ അത് മറന്നു. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നാം നിന്നെ മറക്കുകയാണ്. റബ്ബ് മറക്കുക പരലോകത്ത്. സങ്കടം സഹിക്കാൻ കഴിയുഞ്ഞി ലോകത്തിന് ആരെ നമ്മൾ ഓർക്കാനുണ്ടാകുക? ആർക്കേ ഓർക്കാൻ കഴിയുമോ? അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് ഈ 3 കാര്യം സമ്പാദിക്കണം: സാലിഹത്തായ പെണ്ണ്, ശുക്റുള്ള കൽബ്, ദിക്റുള്ള നാവ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റൊരു ഹദീസിൽ, അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മർ, മനുഷ്യൻ സമ്പാദിക്കുന്ന ഏറ്റവും ഉത്തമമായ സമ്പാദ്യം ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ? അൽ മർഅത്തു സാലിഹ, നല്ല പെണ്ണ്. സമാധാനമായി കേട്ടോ, സൽക്കർമ്മിയായ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇതാ നളറ ഇലേഹ,
അവളെ നീ ഒന്ന് നോക്കിയാൽ മതി, സർറത്ത് സന്തോഷിപ്പിക്കും. നീ നോക്കുമ്പോൾ സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ വളരെ ടെൻഷനായി വീട്ടിലേക്ക് കയറി വന്നു, അവളെ കണ്ടു, ഉരുകിപ്പോകും ടെൻഷൻ. ഭാര്യനെ കണ്ടാൽ അതാണ് സാലിയത്തായ പെണ്ണ്. നമ്മളൊക്കെ ഭാര്യനെ കണ്ടാൽ അവളുള്ള ടെൻഷനും കൂടി ഒരു 10 എത്തി വരും ഇല്ലേ? എന്നിട്ട് നിങ്ങൾ പൊട്ടിക്കരിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോവുക. എന്താ കാരണം? നിങ്ങൾ പെണ്ണിട്ടും ആലോചിച്ചില്ല. നിങ്ങൾക്ക് അന്ന് വേണ്ട എന്തായിരുന്നു? ഒരു പെണ്ണ. എന്തിന്? സെക്സിന്. വേറെ ഒന്നും ആലോചിച്ചില്ല. റസൂൽ എന്ത് പറഞ്ഞു മുസ്ലിങ്ങളോട്? ഇഖ്തറു ലിനുത്ഫിക്കും, അള്ളാഹു നിങ്ങളെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. നിങ്ങളുടെ ഇന്ദ്രിയം എവിടെ വെക്കണം എന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. ഇഖ്തറു, തിരഞ്ഞെടുത്തോളിതാണ്. ഉണ്ടോ? തിരഞ്ഞെടുക്കണം. നിങ്ങളെ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു? പണം, പത്രാസ്, സ്ഥാനമാനം അല്ലേ? അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് പെണ്ണ് കിട്ടുള്ളൂ. ഇതല്ലേ ഇനിയോ? ഇപ്പൊ കൊയങ്ങിക്കുന്നു. കാരണം എന്താ? ഇപ്പൊ പുറത്തു പോയിട്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ പരാതിക്കെട്ടുകളുമായി നമ്മളുടെ ഭാര്യയും, അതോടുകൂടി നമ്മളുടെ ജീവിതം വല്ലാതെ ദുസ്സഹമാവും കേട്ടോ. അതുകൊണ്ട് സാലിഹത്തായ പെണ്ണ് കിട്ടിയാലുള്ള ഗുണമാണ് ഇതാ. നലറയിലേഹ സറത്തു, നീ അവളെ നോക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്താൽ മതി. ഗൾഫിൽ നിന്ന് അവളെ കണ്ടു കഴിഞ്ഞാൽ ഉരുകിപ്പോവും നമ്മളുടെ പ്രയാസങ്ങൾ. നമ്മൾ അവിടുന്ന് ഒരുപാട് പ്രയാസത്തോടു കൂടിയായിരിക്കും ഒരു വീഡിയോ കോൾ ചെയ്യുന്നു. ആ വീഡിയോ കോളിൽ അവളെ കാണുമ്പോൾ, അവൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഉരുകിപ്പോവും. അത് ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് സാലിയത്തായ പെണ്ണ്. മനസ്സിലായോ? അപ്പം മറ്റൊന്നെന്താ? റസൂൽ പറയാ, വൈദ അമറഹു, സാലിയത്തായ പെണ്ണോട് നീ വല്ലതും കൽപ്പിച്ചാൽ അത്തായത്തുഹു, അതനുസരിക്കും. ഏതൊരു നിർദ്ദേശവും ഭർത്താവിൻ്റെ നിർദ്ദേശം സാലിയത്തായ പെണ്ണ് അനുസരിച്ചിരിക്കും. വൈദ ഗാബ അൻഹ ഹഫിലത്തു, ഭർത്താവിൻ്റെ അഭാവത്തിൽ അയാൾക്കുള്ള എല്ലാ അവകാശങ്ങളും അവൾ സംരക്ഷിക്കും. ഒന്നും നശിപ്പിക്കൂല. ഭർത്താവിൻ്റെ അഭാവത്തിൽ അവൾ അയാൾക്ക് അവകാശപ്പെട്ടതെല്ലാം സംരക്ഷിക്കും. ഇപ്പം എന്ത് പറഞ്ഞു? അനുസരിക്കണം അല്ലേ? നമ്മൾ പറഞ്ഞാൽ നമ്മൾ പയ്യുള്ള ഭാര്യമാർ 100% അനുസരിക്കൂല. അങ്ങനെ അനുസരിക്കാണ്ടായി നിങ്ങൾക്കിപ്പോൾ ഒരു ഡിപ്രഷനായിട്ടുണ്ട് ഇല്ലേ? ഒരുവിധം ആളുകൾ ഡിപ്രഷനിലാണ് പോകുന്നത്. ഓൾ ഡിപ്രഷനില്ല, ഓൾ അതിലും വലിയ ഡിപ്രഷനില്ല. കാരണം എന്താ? ഇങ്ങനത്തെ ഒരു ഒലബിളുന്ന സാധനത്തിനുള്ള പടച്ചോനെ. മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനൊന്നും ഇയാൾ ഇങ്ങനെയല്ലായിരുന്നു. ഇയാൾ പൊന്നെ കണ്ണെന്ന് വിളിച്ചതാ. ഇപ്പൊ പൊന്നെ കണ്ണൊക്കെ പോയി, ഇപ്പൊ ഹയവാൻ എന്നാ വിളിക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ? മടുത്തു അല്ലേ? അതുകൊണ്ടാണ് ഇസ്ലാമിൽ എന്ത് പറഞ്ഞത്? ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാലേ സാലിയത്തായ പെണ്ണെ പഠിപ്പിച്ചെന്താ അറിയോ? ലൗ കുൻതു ആമിറൻ അഹദൻ, ഞാനെങ്ങാനും ഒരാളോട് കൽപ്പിക്കുകയാണെങ്കിൽ അൻ യസ്ജുദ ലി അഹദിൻ, ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുമെങ്കിൽ ഞാൻ അതിന് കൽപ്പിക്കും. ആരോട്? ലഅമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യണമെന്ന്. ഇന്നത്തെ പെണ്ണോട് പറഞ്ഞാൽ എന്ത് പറയും? ഇന്നത്തെ പെണ്ണ് സാലിയത്തല്ലല്ലോ. ഇതൊക്കെ അങ്ങനെ വെറുതെ മറ്റേ സാലിയത്തല്ലാത്ത വേറൊരു സാലിയത്ത് ഉണ്ടായതാണ്. അത് അങ്ങനെ തന്നെ. പട്ടിക്കുട്ടിക്ക് കോഴിക്കുട്ടി വരുത്തില്ലല്ലോ. ഉണ്ടോ? പട്ടിക്കുട്ടിക്ക് കോഴിക്കുട്ടി വിരിയോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ്. മറ്റെന്താ? ഇസ്ലാമിയത്തുണ്ടാവും. സാലിയത്തായ പെണ്ണ് ആ കുടുംബത്തിലുണ്ടാവും. ഓൾ പഠിച്ചതും കേട്ടതും അതാണ്, ഓൾ മനസ്സിലാക്കിയതും. അതുകൊണ്ട് എന്താവും? ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. റസൂൽ പറയാം. എന്താ കാരണം? മിൻ ഇളമി ഹഖിഹി അലൈഹ, ആ ഭർത്താവിനുള്ള ബാധ്യതയുടെ വലുപ്പം കാരണത്താൽ. അത്ര ബാധ്യതയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ആ നിലക്ക് ജീവിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെയുമായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്തൊരു ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പണക്കാരനല്ല, അറബികളുടെ ആടുകളെ മേച്ച് നടന്ന ഇടയനാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനായി നുബുവത്ത് പട്ടം ഹിറാ ഗുഹയിൽ വെച്ച് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ ആദ്യമായി കണ്ട് വഹി കൊടുത്തപ്പോൾ, ഈ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറച്ചുപോയി. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് തന്നെ വിറച്ചു.
അതിലടക്കാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ട് വായിക്കാൻ നബിയോട് ആവശ്യപ്പെട്ടു. നബി പേടിച്ചരണ്ടുകൊണ്ട് പറഞ്ഞു, മാ അനബി കാരി, എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. അള്ളാഹിന്റെ മലക്ക് ഫഹത്തഹു നബി അങ്ങോട്ട് പിടിച്ച് ആലിംഗനം ചെയ്തു, അമർത്തി ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. 2 വട്ടം പറഞ്ഞു, അപ്പോഴും പറഞ്ഞു അറിയില്ല. 3-ാമത്തെ വട്ടം അമർത്തിപ്പിടിച്ച് ആലിംഗനം ചെയ്തപ്പോൾ അള്ളാഹിന്റെ റസൂലിന് ഓതിക്കൊടുത്ത ആയത്താണ് ഇഖ്റ ബിസ്മി, അല്ലേ? അത് കഴിഞ്ഞ് മലക്ക് പോയി ഈ ആയത്ത് 4 ആയത്തേരി ഓതിക്കൊടുത്തതിന് ശേഷം മലക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനിച്ച് വിറച്ച് വീട്ടിലേക്ക് കയറി വന്നു. ഇലാ ഹദ്റത്തി ഖദീജ റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നു. എന്നിട്ട് ഭാര്യനോട് റസൂലുള്ള പറഞ്ഞു, ജമ്മിലൂനി യാ ഖദീജ, ജമ്മിലൂനി യാ ഖദീജ, ഖദീജ പുതപ്പിട്ട് തരൂ, വിറക്കുകയാണ് നബി. സാധാരണഗതിയിൽ നമ്മളാണ് അങ്ങനെ പോയതെങ്കിൽ മലമുകളിൽ പോയി കുത്തുന്നാലൊക്കെ ഉണ്ടാവും നമ്മളെ ഭാര്യ. നിങ്ങൾ ഭാവനെ കണ്ടാൽ മതി. ഖദീജ ബീവി എന്താ ചെയ്തു അറിയോ? റസൂലുള്ളാഹിന്റെ തലയിൽ കൈവച്ചിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഖ്സികല്ലാഹു അബദ, അള്ളാഹു നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല, പ്രയാസപ്പെടുത്തൂല. എന്താ കാരണം? ഇന്നക തസ്ലുർ റഹിം, നിങ്ങൾ രക്തബന്ധം ചേർക്കുന്ന ആളാണ്. തുഹ്മിലുൽ കല്ല, പ്രയാസപ്പെടുന്നവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്. തുഈനു അലാ നവായിബിൽ ഹഖ്, യഥാർത്ഥ ആവശ്യക്കാരെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾ അള്ളാഹു ഒരിക്കലും വിഷമിപ്പിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ സമാധാനപ്പെടുത്തുക. ആര്? ഖദീജ ബീവി. അതാണ് സാലിഹത്തായ പെണ്ണ്. നിങ്ങളൊരു കച്ചവടമൊക്കെ നടത്തിയൊക്കെ പൊളിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യനോട് നിങ്ങൾ പോയി സംസാരിച്ച് നോക്കി, എനിക്കിപ്പോൾ എല്ലാം കൂടിയും അറ്റാക്ക് ആകുമോ എനിക്ക് പേടിയാകുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാക്ക് വരണമെന്ന് അറിയാം. ഞാൻ അന്നേ പറഞ്ഞു നിങ്ങളോട് ആ കച്ചവടം ചെയ്യേണ്ടതാണ്. എന്താ കാരണം? ആ ഭാര്യനെ നമ്മൾ നേടിയത് എന്താ? സാലിഹത്തായ ഭാര്യനെ നമ്മൾ തിരഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, നമുക്ക് വേണ്ടാനോ. നമ്മൾ കാണാൻ അഴകുള്ള ചൊറുക്കുള്ള നല്ല ഉണ്ടക്കണ്ണ്, ഇതൊക്കെയല്ലേ നമ്മൾ പറയല്? അമ്പിളി, താമര ഇതള് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. ഈ മാപ്പിളപ്പാട്ടുകാർ പറയണ്ട അമ്പിളിയാണ്, താമര ഇതളാണ്, ഒരു പുണ്ണാക്കുമല്ല. അതുകൊണ്ട് പെണ്ണും അങ്ങനെ തന്നെ ആണല്ലോ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്താ പറയുക, എങ്ങനത്തെ ആണായിരിക്കണം അല്ലേ? അവർക്ക് സാധാരണ ദീനുള്ള ആണൊന്നും പറ്റില്ല. ദീനുള്ള ആണുങ്ങൾക്ക് ഒന്നും വിലയില്ല. അപ്പം അതെന്താ കാരണം? നന്ദിയില്ലാത്ത വർഗം ഇവിടെ വളർന്നു വന്നതാണ് കാരണം. അപ്പം നമുക്ക് നോക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖൈറുൻ നിസാ, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണ് മൻ, ഒരാളാണ്. ഇൻ നളർത്ത സറത്തുക, നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കും, അതാണ് നല്ല പെണ്ണ് കേട്ടോ. മുഖം കനിപ്പിക്കൂല, രാവിലെ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് വീണ്ടും വന്നപ്പം ഇടങ്ങറാക്കൂല കേട്ടോ. അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി വിശദീകരിച്ചിട്ട് പറഞ്ഞു, യംബഗിലിൽ മർഅത്തിൽ ഖായിഫത്തി മിനല്ലാഹി തആല, അല്ലാഹു തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന സാലിഹത്തായ ഒരു പെണ്ണ് നിർബന്ധമാണ്. അൻ തജ്തഹിദ ലി താഅത്തില്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ അധ്വാനിക്കൽ. അതെന്നല്ല പറഞ്ഞു, അൻ തജ്തഹിദ ലി താഅത്തില്ല, അള്ളാഹുവിനനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കാൻ അധ്വാനിക്കുക. ഓ താഅത്തി സൗജിഹ, ഭർത്താവിനനുസരിക്കാൻ അധ്വാനിക്കണം. മാനസികമായി അധ്വാനിച്ചാലേ കഴിയുള്ളൂ കേട്ടോ. പിന്നെയോ അദ്ദേഹം പറയാണ്, ഫഹുവ, ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജന്നത്തുഹ വ നാറുഹ, ഭാര്യയുടെ സ്വർഗവുമാണ് ഭാര്യയുടെ നരകവുമാണ്. രണ്ടു നിൽക്കും, ഭൗതികമായും അങ്ങനെ തന്നെയാണ്, ആഖിറത്തിലും അങ്ങനെ തന്നെ അല്ലേ. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ സ്വർഗം പോലെ ആയിരിക്കും, ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നമ്പർ 1 നരകമായിരിക്കും അല്ലേ. എന്നാൽ ഇവൻ കാരണത്താൽ ഇവൾക്ക് സ്വർഗവും കിട്ടും, ഇവൻ കാരണത്താൽ ഇവൾക്ക് നരകവും കിട്ടും. ഈ ഭർത്താവ് കാരണത്താൽ. ഭർത്താവിനെ സങ്കടപ്പെടുത്തിയാൽ നരകം ഉറപ്പാണ്, സംശയിക്കണ്ട കേട്ടോ. അപ്പം അതാ പറഞ്ഞ്, എന്താണ് നല്ല ഭാര്യയുടെ മറ്റൊരു സ്വഭാവം? അസുക്കൂത്തു ഇന്ദ കലാമി, ഭർത്താവ് സംസാരിക്കുമ്പോൾ മൗനമായി നിൽക്കണം, വായക്കയറി സംസാരിക്കാൻ പാടില്ല. അല്ല അങ്ങനെയല്ല ചാടി കളിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം തന്നെ അതൊന്നും അങ്ങനെയല്ല എന്നുള്ളവർക്ക് തല കുലിക്കാൻ മതി, പോരെ, വേറെ വേണ്ട, അങ്ങനെ ആക്കിയാൽ മതി അല്ലേ. ഒരു വിവരമില്ലാത്ത ആളാന്ന് അതിൻ്റെ അർത്ഥം. അവിടെയാണ് ഇബ്നു ഹജർ അൽ ഹൈതമി വിശദീകരിക്കുന്നത്, അസുക്കൂത്തു ഇന്ദ കലാമി, ഭർത്താവ് സംസാരിക്കുമ്പോൾ മൗനമായി നിന്ന് കേൾക്കണം. പിന്നെ നല്ല ഭാര്യൻ്റെ മറ്റൊരടയാളം
വൽ ഖിയാമു ഇന്ദ ഖുദൂമിഹി, അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ നീറ്റ് നിൽക്കണം. ഇതൊന്നും ഇപ്പോഴത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞാണ്ടല്ലോ, ഓൽക്കൊന്നും ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഞാനും ആണ് ഒരു മൂപ്പര് പെണ്ണ്, നമ്മൾ രണ്ടാളും ജീവിക്കുന്നു, എനിക്കും ജോലിയുണ്ട് മൂപ്പർക്കും ജോലിയുണ്ട്, ഞാൻ എന്തിനാ മൂപ്പരും പെണ്ണിച്ചിരിക്കുന്നു? സാലിയത്തായ പെണ്ണിന്റെ പ്രത്യേകത അത് കേട്ടോ. നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോൾ ചോദിച്ചാൽ എന്താ, ഇതൊക്കെയാണോ? അല്ലല്ലോ. ഇത് എത്ര വരെ പഠിച്ചു, ഏത് കോളേജിലാണ് പഠിച്ചത്, അല്ലേ? ഇതല്ലേ നമ്മൾ അന്വേഷണം. അല്ലാണ്ട് എനിക്ക് ദീനുണ്ടോ, അല്ലാണ്ട് റസൂൽ എന്നെ പഠിപ്പിച്ചെന്താ ഈ അറിയോ, എനിക്ക് ഭർത്താവിനുള്ള ബാധ്യത എന്താ നമ്മൾ അന്വേഷിക്കണം? ഇല്ല, ചോദിച്ചില്ല. നമ്മൾ പെണ്ണ് കാണാൻ ചെന്നാൽ ഓൽക്ക് ഉണ്ടാക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. ഇപ്പോൾ പുതിയ പരിപാടിയാണ് അല്ലേ, സിനിമയും സീരിയലും ഉണ്ടാക്കി കൊടുത്താൽ ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടാവും. എന്നിട്ട് ഭാര്യ ഓളെ വാപ്പി ഓൻ്റെ ബാക്കിയുള്ളവരും മാറി നിന്ന് കൊടുക്കുക, എಬ್ಬലും ഒറ്റയ്ക്ക് വർത്താനം പറയാം. എന്താ ചോദിച്ചത്? ഒന്നുമില്ല. അറിയേണ്ടതല്ലേ അറിയേണ്ടത്, ചോദിച്ചില്ല. ചോദിച്ചില്ല, രണ്ടാൾ ചോദിച്ചില്ല. നിങ്ങൾക്ക് ഇപ്പം ചിലവർ ചോദിക്കുന്ന എന്താ, നിങ്ങൾക്ക് ബുള്ളറ്റ് ഓട്ടാൻ അറിയുമെന്ന്, കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, ഇതൊക്കെയാണല്ലോ ഭർത്താവിനോട് ഇപ്പം ചോദിക്കുന്നത്. ഇതൊക്കെ പുതിയ ടൈപ്പ് ആൾക്കാരാണ്. സത്യത്തിൽ ആലോചിക്കുമ്പോണ്ടല്ലോ തല കറങ്ങി വീണു ഈ കൗമിൻ്റെ അവസ്ഥ. നിങ്ങളത് ചിന്തിക്കാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെ സുഖമായി ജീവിക്കുന്നുണ്ട്, നല്ല തടിച്ച് കൊയ്ത്ത് നടക്കുന്നുണ്ട്, അത്രയുള്ളൂ. കൗമിനെ പറ്റിയും ചിന്തിച്ചാണ്ടല്ലോ മെലിഞ്ഞു പോവും. വല്ലാത്ത അവസ്ഥ അല്ലേ? ഇനി ഒരു കല്യാണം ഉണ്ടെങ്കിലോ കൊണ്ടുവരുന്ന കോലകണ്ണുകൾ ഒന്നിനെ ക്ലോസറ്റിൽ, വേറെ ഒന്നിനെ കുതിരപ്പുറത്ത്, വേറെ ഒന്നിനെ ഒട്ടകപ്പുറത്ത്, വേറെ ഒന്നിനെ മയ്യത്തട്ടിൽ. എന്താ എന്നിട്ട് അതിന് പാട്ടും ചെണ്ടിയും കൂത്തും കുറേ ചെറുപ്പക്കാർ നിന്ന് ചാടുന്നു അല്ലേ? എന്താ ആഭാസം അതൊക്കെ? എന്നാ മയ്യത്തുണ്ടോ അങ്ങനെ ഉണ്ടായിക്കൂടെ? പിന്നെ അങ്ങനെയല്ലേ തമിഴന്മാർ ചെയ്യുന്നത്. മയ്യത്തുണ്ടോ പോൽ ചാടി കളിക്കില്ലേ, ഒരു തുള്ളനില്ലേ? ആ തുള്ളൽ എന്താ നിങ്ങളെ മയ്യത്തുണ്ടോ പറ്റില്ലേ? അപ്പം നിങ്ങൾ എന്തൊരു പാവാണ്, എന്തൊരു സാധുക്കളാണ്. മൗലവി നമ്മളെ ബാപ്പ മരിച്ചു ദ്വാരക്കണം കേട്ടോ, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നിങ്ങളെ ബാപ്പ മരിച്ചു ദ്വാരക്കണം തന്നെയാണല്ലോ നമുക്ക്. നമ്മൾ ദ്വാരക്കും, നിങ്ങളാരും പറഞ്ഞിട്ടല്ല. ചിലവരെ വിചാരിച്ചറിയോ, അവൻ്റെ വാപ്പൻ്റെ പേര് ഇവിടുന്ന് മിമ്പറിൻ്റെ മുകളിൽ പറഞ്ഞാൽ നേരിട്ട് ഞാൻ പറഞ്ഞാൽ അള്ളാഹ് എടുക്കും, എഴുതി വെക്കും, ഇപ്പം ചെന്നാൽ മതി. ഇതാണ് ജീവിതത്തിൻ്റെ അശുദ്ധിയും വിശുദ്ധിയൊക്കെ മനസ്സിലാക്കുക കേട്ടോ. കുറച്ചൊക്കെ മനുഷ്യത്വവും വ്യക്തിത്വവും നന്ദിയും കൂറും സ്നേഹവും ഒക്കെ ഉണ്ടാവട്ടെ ആണിനും പെണ്ണിനും കേട്ടോ. പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല മനോഹരമായ ഒരു സ്വഭാവമാണെന്ത്? വൽ ഖിയാമു ഇന്ദ ഖുദൂമി, ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിൽക്കുക. വ ഖുറൂജിഹി മിനൽ മൻസിൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോഴും നിന്നിട്ട് സ്വീകരിക്കുക, ഒരു യാത്രയെപ്പോലെ. മനസ്സിലായോ? അപ്പോൾ അല്ലാണ്ട് ഭർത്താവ് പോകുമ്പോൾ, നിങ്ങൾ പോകുമ്പോഴേ അവിടുത്തെ പൂട്ടിട്ടാളി, മറ്റേ ലോക്ക് ചെയ്താളി എന്നൊക്കെ അവിടെ ഒന്ന് പറയുക. നിങ്ങൾ പുറത്തു പോകല്ലേ, എന്നിട്ട് ഇപ്പോൾ കാലും വെച്ച് വന്തിയും വായിച്ച് കുത്തിരിക്കുക. അങ്ങനെ കുത്തിരിക്കണോ? അങ്ങനത്തെ നാളുകൾ കെട്ടിയേ. കല്യാണം കഴിഞ്ഞ ഉടനെ അങ്ങനെയല്ല കേട്ടോ, ഇപ്പം പറഞ്ഞൊക്കെ ഉണ്ടാവും. 63 വയസ്സ് വരെ റസൂലുള്ളാഹിന്റെ ജീവിതം അങ്ങനെ. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ 18-25 വയസ്സുള്ള സമയത്ത് പോകുമ്പോൾ ഉമ്മ കൈ കൊടുത്ത് അങ്ങനെയല്ല. അത് മരണം വരെ ഉണ്ടാവണം. അതാണ് ഇസ്ലാം. അതാണ് സാലിയത്തായ പെണ്ണും സാലിയായ ഭർത്താവും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും പൂതി ഉണ്ടാവും. ഞാൻ ഇറങ്ങുമ്പം എൻ്റെ അടുത്തവിടെ വന്നു അല്ലേ. പിന്നെ പറഞ്ഞതാ, ഓ ഇൽഹാറുൽ ഹുബ്ബി ലഹു ഇന്ദൽ ഖുർബി, അടുത്ത് വരുമ്പോൾ തന്നെ, ഭർത്താവ് അടുത്ത് വരുമ്പോൾ തന്നെ ഇൽഹാറുൽ ഹുബ്, സ്നേഹം പ്രകടമാണ്. ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഭർത്താവിനോടുള്ള പ്രേമം സ്നേഹം പ്രകടമാണ്. ഭർത്താവിനോട് കണഗുണ വർത്താനവും അന്യ ആണുങ്ങളോട് സ്നേഹ പ്രകടനമാണ് ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങൾ. നിങ്ങൾ നോക്കേണ്ടി, നിങ്ങളായിട്ട് ഭയങ്കര പൊരിഞ്ഞ കച്ചറ, അപ്പോഴായിരിക്കും ഗ്യാസ് കുറ്റിയിട്ട് ആൾ വരുന്നത്. ഓരോട് എന്തൊരു വർത്താനം അറിയോ ആ സ്നേഹപ്രകടനം. അതാണ് ഇബ്നു ഹജറുൽ ഹൈതമി പറയാണ്, ഓ ഇൽഹാറുൽ ഹുബ്ബി ലഹു ഇന്ദൽ ഖുർബി ഓ ഇൽഹാറു സുറൂർ ഇന്ദർ റുയത്തി ലഹു, ഭർത്താവിനെ കാണുമ്പോൾ തന്നെ സന്തോഷം മുഖത്ത് വെളിവാണ്. ഇതാണ് നല്ല ഭാര്യ. ഒക്കെ പഠിച്ചോളി കേട്ടോ. ഇനി ഇപ്പം കെട്ടിയ പെണ്ണുങ്ങൾക്ക് ഈ ഖുത്ബ കേൾപ്പിച്ചു കൊടുത്താൽ കിട്ടൂല ഒന്ന് കേട്ടോ. ഇപ്പം ചിലവർ വിചാരിക്കുക എന്നത്തെ ഖുത്ബ ഒന്ന് ഓളെ കേൾപ്പിക്കണം, എന്നിട്ട് ഓളങ്ങനെ ആക്കണം.
പരിശ്രമിച്ചോളി, നോക്കാലോ നടക്കുമെന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പ്രയാസം അനുഭവിക്കാം പുരുഷന്മാർ. എന്താ കാരണം? ഭാര്യയെ കെട്ടിയെടുത്ത് പഴച്ചുപോയി അല്ലേ? അതല്ലേ റസൂലുള്ള പറഞ്ഞ് 2 കാര്യം മുസ്ലിങ്ങൾക്ക് പഴക്കാൻ പാടില്ല. ഒന്ന് വിവാഹം കഴിക്കുന്നിടത്ത്, മറ്റൊന്ന് യുദ്ധം നടത്തുന്ന സ്ഥലം അത് തിരഞ്ഞെടുക്കുമ്പോൾ. എന്നിട്ട് അവിടെ കല്ലും മുള്ളും ഉണ്ടാകാനോട് നമ്മൾ പരാജയപ്പെട്ടെന്ന് പറയാൻ നിൽക്കരുത്. അല്ലേ? യുദ്ധത്തിന് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴും ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോഴും ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴും എന്ത് വേണം? പഴച്ചു പോകാൻ പാടില്ല. പഴച്ചു പോയാൽ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അനുഭവിച്ചേ പറ്റൂ. ഇനിയോ റസൂലുള്ള പറയാം, ഇനി നിങ്ങൾ അല്ലാത്ത പെണ്ണ് കെട്ടി നിൽക്കുക. നമുക്ക് കിട്ടിയ സാലിയത്താണോ അല്ലെന്ന് ഞാൻ ഈ പറഞ്ഞ പ്രകാരമാണോ നമുക്കുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, എൻ്റെ ഭാര്യ സാലിയത്താണോ, ഞാൻ സാലിയ. നിങ്ങൾക്കും വേണം കുറേ സാലിയാകുക, എന്നാലേ ഉള്ളത് ആവുള്ളൂ കേട്ടോ. അത് പറഞ്ഞുതരാം. നിങ്ങളോളെ ബഹുമാനിക്കണം ഭാര്യനെ, അതാണ് നല്ല ഭർത്താവ്. മാ അക്രമൻ നിസായില്ല കരീം. ഭാര്യമാരെ ബഹുമാനിക്കുക മാന്യന്മാരായ ഭർത്താക്കന്മാരാ. വമാ അഹാനഹുന്ന ഇല്ല ലഈം. നീചന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ വല്ലാതെ ഷൗട്ട് ചെയ്യും. അങ്ങനത്തെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനത്തെ ഭാര്യ ഉണ്ടാവില്ല കേട്ടോ. റസൂലുള്ള പറയാം, നല്ല ഭാര്യനെ കിട്ടിയ അത് വേണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ വാക്ക് കിട്ടുകയാണെങ്കിൽ വല്ലാത്ത വാക്കാ. റിഫ്കൻ ലിൽ ഖവാരീർ. സ്ഫടികത്തോട് സൗമ്യമായി പെരുമാറണം. പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ ഉപമിച്ച് സ്ഫടികത്തോടാണ്. വേഗം വരിയും കുറിയും വീഴും. സ്ഫടികത്തിന്റെ പ്രത്യേകത ആണല്ലോ, വേഗം എന്താവും? സ്ക്രാച്ച് പോകും. അതുപോലെയാണ് അവർ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഫടികത്തോട് സൗമ്യമായി ഇടപഴകണം കേട്ടോ. അത് നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. എന്നാലേ ഈ പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റിക്കാനും നമ്മൾ പോകുമ്പോൾ നമ്മളെ അനുഗമിക്കാനും ഒക്കെ തോന്നുള്ളൂ അല്ലേ? നമ്മളെ കാണുമ്പോൾ തന്നെ മുഖത്ത് സന്തോഷം വരുള്ളൂ. ഇപ്പം നമ്മളെ കാണുമ്പോൾ ഒരു 10-50 വയസ്സായ ശേഷം നമ്മളെ കാണുമ്പോൾ എന്താ ഉണ്ടാകുക? ഹർത്താലൊക്കെ ഉണ്ടായാലും ഓള് ചോദിക്കൂ, നിങ്ങൾ പോളില്ലേ? ഇല്ല. വൈകുന്നേരം പോട്ടോ, വൈകുന്നേരം പോളില്ല. ഇന്ന് തീരെ പോളില്ല. ഓളെ മുഖം കറുക്കുക ചെയ്യുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ഓൾ ഇഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം മോശപ്പെട്ട മനുഷ്യന്മാരാ. ഇത് മുസ്ലിമാണോ? ആണോ? നിങ്ങളിന്ന് ആലോചിക്കട്ടോ. റസൂലുള്ള പറയാ, സാലിയത്തായ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ മാ തറക്തു ബഅദി ഫിത്നതൻ അലറാല റിജാലി മിൻ നിസാ. മാ തറക്തു ബഅദി, എൻ്റെ മരണശേഷം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നില്ല. ഫിത്നതൻ, ഏറ്റവും വലിയൊരു വിപത്ത്. അതാരാ? അലറാല റിജാലി മിൻ നിസാ. പുരുഷന്മാർക്ക് ഏറ്റവും വലിയ വിപത്ത് സ്വന്തം ഭാര്യയാവും. ഭയങ്കര വിപത്താണ് സാലിയത്തല്ലെങ്കിൽ. സാലിയത്താണെങ്കിലോ നമ്മളെന്താ പറഞ്ഞത്? തുയിനു അംജി ദുനിയാക്ക ആഹ്റത്തിക്ക ദീനിക്ക. നിന്റെ ആഹ്റത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കും, നിന്റെ ദീനിൻ്റെ കാര്യത്തിൽ സഹായിക്കും, നിന്റെ പരലോകം നിനക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെ ചെയ്യും. എന്താ കാരണം? നമ്മൾ നമസ്കരിക്കില്ലേ, നമ്മളെ കൊണ്ട് നമസ്കരിപ്പിക്കും. നമ്മൾ മുതലിന് സക്കാത്ത് കൊടുക്കില്ലേ, നിങ്ങൾക്ക് ആ മുതലില്ലേ ഈ മുതലില്ലേ നിങ്ങൾ സക്കാത്ത് കൊടുത്തു എന്ന് അന്വേഷിക്കും. അല്ലേ? അങ്ങനെ നമ്മൾ ആഹാരം ശരിയായി തരും. പിന്നെ ദുനിയാവിലോ ഉള്ള പൈസ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വെറുതെ മോഹം ഉണ്ടാവില്ല. എനിക്ക് അവിടെ പോകുമ്പോൾ വേറെ ചുരിദാർ വേണം, ഇവിടെ പോകുമ്പോൾ എനിക്ക് വേറെ സാരി വേണം, അപ്പുറത്ത് പോകുമ്പോൾ വേറെ ചുരിദാർ വേണം, അത് അവിടെ ഇട്ടതാണ്, ഇവിടെ ഇടാൻ പറ്റില്ല എന്നൊന്നും നിങ്ങളോട് പറയുക. എന്താ കാരണം? ദുനിയാവിൻ്റെ കാര്യത്തിലും അവൾ നിങ്ങളെ സഹായിക്കും. അതാണ് സാലിയത്തായ പെണ്ണ് കേട്ടോ. നമ്മളൊക്കെ പെണ്ണുങ്ങൾ ആരാന്നുള്ളത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനിത് പറയുമ്പം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളി. സ്ത്രീകളോട് പറയാ റസൂലുള്ള പ്രത്യേകം, ഉരീത്തു അന്നാർ, എനിക്ക് അള്ളാഹു നരകം കാണിച്ചു തന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ മിറാജിൻ്റെ രാവിൽ നരകം കാണിച്ചു കൊടുത്തു. അതുവരെ മരിച്ചുപോയ ആളുകളുടെ നരകം കാണിച്ചു കൊടുത്തു. അപ്പോഴോ അക്സറു അഹ്ലുഹ അന്നിസാ ഫൈനി റായിത്തുഹ അക്സർ അഹ്ലിയ അന്നിസാ. ഞാൻ കണ്ടത് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, ആണുങ്ങളെക്കാൾ കൂടുതൽ. അപ്പോൾ പെണ്ണുങ്ങൾ ചോദിച്ചു, ഒലിമതാക്ക, അതെന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ? യാ റസൂലുള്ള, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? റസൂലുള്ള പറഞ്ഞു, 2 കാരണമാണ് പറഞ്ഞത്. ഒന്ന് തുക്സിർനല്ലയന, എപ്പോഴും ശാപം വാക്കുകൾ വർദ്ധിപ്പിക്കും. നിങ്ങൾ നന്നാവില്ല, നിങ്ങൾ നേരാവില്ല, ഇബൻ നേരാവില്ല, ഓൻ പഠിക്കൂല, എനിക്ക് പ്രതീക്ഷയില്ല നിങ്ങളെപ്പറ്റി, അങ്ങനെയൊക്കെ പറയും. അതാ ലയനത്ത് വർദ്ധിപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യമോ തെഖ്ഫുറിനല്ല അഷിയറ, ഭർത്താക്കന്മാരോട് നന്ദികേടും കാണിക്കേണ്ടത്. നമ്മളെ വിഷയം നന്ദികേടാണല്ലോ, നന്ദികേടും കാണിക്കും. അതെങ്ങനെ? സാഹിബ് ചോദിച്ചു, അതെങ്ങനെ? പെണ്ണുങ്ങൾ ചോദിക്കുക, നമ്മളെങ്ങനെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നു?
അപ്പോൾ റസൂലുള്ളാഹിന് കാരണം പറഞ്ഞിട്ടു, ഇന്ന അഹ്സന ഇലൈക്കും ദഹ്റ കുല്ല, കാലം അവൻ ജീവിച്ച നാളോളം അവൻ എന്ത് ചെയ്തു? ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ചു, പരമാവധി അധ്വാനിച്ചു. തെക്കുലിന, എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ മാ റായിത്തു മിൻക ഹൈറൻ ഖത്ത്, ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഹൈറുണ്ടായില്ല എന്ന്. അതാണ് നന്ദിയേട്. എല്ലാം ഒറ്റ വാക്ക് കഴിയും, എനിക്കിക്കാലം വരെ നിങ്ങളെ കൊണ്ട് വലിയൊരു ഹൈറൊന്നും ഉണ്ടായില്ല അല്ലേ? അതുകൊണ്ട് നന്ദിയുള്ളവരായി മാറണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിരന്തരമായി പറഞ്ഞ ആവശ്യമാണ് നന്ദി ഉണ്ടാവണമെന്ന് കേട്ടോ. അള്ളാഹു നന്ദിയുള്ളവരാവുക, നമ്മൾ തഖ്വയുള്ളവരാവുക, അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിന് വഴിപ്പെട്ടും ഭർത്താവിന് വഴിപ്പെട്ടും ഭാര്യയെ ശ്രദ്ധിച്ചും ഭാര്യയെ ബഹുമാനിച്ചും ഭർത്താവിനും ഭാര്യയെ നിന്ദിക്കാതെയുമൊക്കെ ജീവിച്ച് നല്ലൊരു കുടുംബമായി ദുനിയാവിലും ആനന്ദം പരലോകത്തും പരമാനന്ദം ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശറഫാ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വയ്യായ ബിത്തഖ്വല്ല. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കേൾക്കുകയും അവ ജീവിതത്തിൽ പകർത്തുകയും പരമാവധി അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കേൾക്കുക, പഠിക്കുക, പകർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള ജീവിതത്തെപ്പറ്റി നമ്മൾ പറഞ്ഞത്, ഭർത്താവിനനുസരിക്കണം അല്ലേ ഭാര്യ, സംശയമില്ല. എന്നാൽ ഭർത്താവ് പറയുന്ന കാര്യം അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലോ? റസൂൽ പറയാ, ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ റബ്ബിനെതിരെയുള്ള ഒരു കാര്യവും ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല, ഒരു സൃഷ്ടിയെയും ഭർത്താവിനും വേണ്ട. എന്നാൽ സുന്നത്ത് നമസ്കാരം പോലുള്ള കാര്യങ്ങൾ, സുന്നത്ത് നമസ്കാരം അതുപോലെ സുന്നത്ത് നോമ്പ്, അതൊക്കെ ഭർത്താവിൻ്റെ അനുമതിയോട് വിട്ടെടുക്കാൻ പാടുള്ളൂ. എന്താ കാരണം? ഭർത്താവ് ചിലപ്പം നൈറ്റ് ഡ്യൂട്ടിയുള്ള ആളായിരിക്കും, പകലായിരിക്കും അവിടെ ഉണ്ടാകുക. പല ആളുകളുടെ അവസ്ഥ പലതല്ലേ. അപ്പം അതുകൊണ്ട് എന്ത് പറഞ്ഞ് സുന്നത്തായ ഇപ്പം തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ നോമ്പില്ലല്ലോ, അതൊക്കെ ഭർത്താവിനോട് അനുമതി ചോദിച്ചിട്ടേ ഭാര്യ എടുക്കാൻ പാടുള്ളൂ, ഇബാദത്ത് ചെയ്യുമ്പോൾ പോലും. അപ്പം എത്ര സ്ഥാനമാണ് ഭർത്താവിൻ്റെ ബാധ്യതയെപ്പറ്റി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഭാര്യമാരെ അള്ളാഹു നാളെ പരലോകത്ത് നോക്കുക പോലും ചെയ്യില്ല. അത് പഠിച്ചോളി. നോക്കൂല. സാധാരണ ഉണ്ടല്ലേ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് ചെന്നാലോ അല്ലെങ്കിൽ ഒരു സദസ്സിൽ ചെന്നാലോ നമ്മളാരും ശ്രദ്ധിക്കില്ലെങ്കിൽ നമുക്ക് ആകെ പ്രയാസമാവില്ല. പരലോകത്തിന് ഭർത്താക്കന്മാരോട് നന്ദി കാണിക്കാത്ത, ഭർത്താവിനനുസരിക്കാത്ത ഭാര്യമാരെ അള്ളാഹു നോക്കൂല. റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുർ ലി സൗജിഹ, ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഭാര്യമാരെ അള്ളാഹു നോക്കുകയില്ല. അപ്പോൾ ഈ ഖുത്ബ കേൾക്കുന്ന നമ്മുടെ സഹോദരിമാർ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കുക. അവനാണ് നിങ്ങളുടെ ഫഹുവ നാറുഹാവ ജന്നത്തുഹ, ഭർത്താവാണ് നിങ്ങളുടെ നരകം നൽകുന്നത്, സ്വർഗം നൽകുന്നത്. അതുകൊണ്ട് ഭർത്താവിനനുസരിക്കണം, ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യയെ നിന്ദിക്കരുത്, ഭാര്യയെ പ്രയാസപ്പെടുത്തരുത്. ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താക്കന്മാർ നരകത്തിലാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭാര്യയുടെ കണ്ണുനീർ ദുനിയാവിൽ വീഴ്ത്തിയാൽ ആ ഭർത്താവിന് അള്ളാഹു നരകത്തിൽ വലിച്ചെറിയാൻ നടക്കൂലാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മളെ ഭാര്യമാരെത്രയോ നമ്മൾക്ക് വേണ്ടി മുഖം കുത്തി ഒരുപാട് കരഞ്ഞുണ്ടാവും, തലയണ്ട മുഴുവൻ മുഖം കുത്തി കിടന്നിട്ടേ, നമ്മളുടെ കാര്യം ആലോചിച്ചിട്ട്, നമ്മളെ ഭർത്താവിനെ ആലോചിച്ചിട്ട്, നമ്മളവളെ നിന്ദിച്ചത് ആലോചിച്ചിട്ട് അല്ലേ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ സങ്കടപ്പെടുത്തിയതൊരു കാരണവശാൽ ഉണ്ടാവും. അതുകൊണ്ട് പരസ്പരമുള്ള ബാധ്യതകൾ മനസ്സിലാക്കി നല്ല കുടുംബം ദുനിയാവിലും നല്ലൊരു കുടുംബം സ്വർഗത്തിലും ലഭ്യമാകുന്ന തരത്തിൽ ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്തുകൊണ്ടും അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ദീനനുസരിച്ച് ജീവിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ട അനുഗ്രഹങ്ങൾ വാരിയെടുത്ത് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പരലോകത്തെത്തുമ്പോൾ വലത് കൈയിൽ നാം ചെയ്ത കർമ്മരേഖകൾ അള്ളാഹു നൽകുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് അവൻ്റെ മഹത്തായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ.
മേലിലുള്ള ജീവിതം, ഇസ്ലാമിക വിജ്ഞാനം ലഭിച്ച ശേഷമുള്ള നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൊണ്ട് ഹൃദയം പ്രകാശിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.